സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. Hello and welcome to another exciting episode of Chunga Jewellery Swayamvaram. ഇന്നത്തെ നമ്മുടെ യാത്ര തൃശ്ശൂർ ജില്ലയിലെ പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇവിടെയാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം നമുക്ക് വേണ്ടി റെഡി ആയിട്ടുള്ളത്. സോ സ്പീക്കിംഗ് അബൌട്ട് ദ ഗ്രൂം വിശേഷിനെ കുറിച്ച് പറയുമ്പോൾ നാട് പൂക്കോടാണെങ്കിലും ജനിച്ചു വളർന്നത് പഠിച്ചതും ഇപ്പം ജോലി ചെയ്യുന്നതും എല്ലാം ചെന്നൈയിലാണ്. അത് മാത്രമല്ല മെഡിമിക്സ് സോപ്പ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. AVA ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡൻ്റായ മിസ്റ്റർ വിനയൻ്റെ രണ്ടാമത്തെ മകനാണ് വിശേഷ്. ലക്ഷ്മിനെ കുറിച്ച് പറയുമ്പം ലക്ഷ്മി പൂക്കോടുകാരി തന്നെയാണ്. ഇപ്പം BTech കഴിഞ്ഞ് UPSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെന്നൈയിൽ. സോ ഇവരുടെ ഇനി ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ലെറ്റ്സ് മീറ്റ് ദം. വിശേഷ് ആൻഡ് ലക്ഷ്മി ഇവരെ മീറ്റ് ചെയ്യാനായിട്ട് തൃശ്ശൂർ പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ എത്തിയേക്കുന്നത്. സോ ലെറ്റ് മി വെൽക്കം ദം. ഹലോ രണ്ടുപേർക്കും ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. സോ വിശേഷിനെ കുറിച്ച് എനിക്ക് അറിയാം, നമ്മുടെ മെഡിമിക്സ് കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ മകനാണ് അല്ലേ? പക്ഷെ അത് മാത്രം അറിഞ്ഞാൽ പോലെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. സോ വിശേഷിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. സോ ഞാൻ വർക്ക് ചെയ്യാണ്, ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. സോ ഐ എം an HR. ഓക്കെ. Working for a Singapore-based IT company named Pan-Asia Resources. Okay. So, ഞാൻ talent management team work for leadership hiring all the top-level management roles in Singapore, all over Asia basically. Okay. So, അപ്പോൾ ഒത്തിരി ട്രാവൽ ചെയ്യാറുണ്ട്? ഇല്ല, ട്രാവൽ ഇല്ല, ഓൺ-സൈറ്റ് സപ്പോർട്ടാണ്. Okay. So, ക്ലയൻസ് ഒക്കെ സിംഗപ്പൂർ ബേസ്ഡ് ആണ്. നീഡ് വന്നാൽ മാത്രം എപ്പോഴെങ്കിലും ട്രാവൽ ചെയ്യും. Okay. സോ സ്കൂളിംഗ് കോളേജ് ഒക്കെ ചെന്നൈയിലാണ്. Okay. സ്കൂളിംഗ് പഠിച്ചത് സ്പാർട്ടൻ എന്ന് പറഞ്ഞ സ്കൂൾ. ആൻഡ് BSc ആൻഡ് MBA ചെയ്തിട്ടുണ്ട്, ബോത്ത് ഫ്രം SRM യൂണിവേഴ്സിറ്റി. ഓക്കെ. സോ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലിപ്പോൾ അച്ഛൻ, അമ്മ, എൻ്റെ എൽഡർ ബ്രദർ ഉണ്ട്, ചേച്ചിയുണ്ട്. എൽഡർ ബ്രദർ വീഡിയോ എഡിറ്റർ, ഫിലിം ഇൻഡസ്ട്രി ആൻഡ് കമേഴ്ഷ്യൽസ്. അത് ശരി. ഓക്കെ. ഓക്കെ. സോ ഈസ് കറന്റ്ലി ഇൻ ഹൈദരാബാദ്. ഓക്കെ. സോ അച്ഛൻ ആസ് യു മസ്റ്റ് ബി നോയിങ് വൈസ് പ്രസിഡന്റ് ഓഫ് മെഡിമിക്സ്. ഓക്കെ. അമ്മ ഒന്ന് ഹോം മേക്കർ. ഓക്കെ. വിശേഷം നാട്ടിൽ പഠിച്ചിട്ടേ ഇല്ല അല്ലേ? പക്ഷെ എന്നാലും മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. അത് വീട്ടിലുള്ള പരിചയം മാത്രം, വീട്ടിൽ സംസാരിക്കുന്നതും അത്രേ ഉള്ളൂ. തൃശ്ശൂർ സ്ലാങ് ഒന്നും ഇല്ല? അങ്ങനെയൊന്നുമില്ല. ഇല്ല. തമിഴൊക്കെ നല്ലോണം അറിയാം, നന്നായി സംസാരിക്കും. ഓക്കെ. ലക്ഷ്മിയുടെ വിശേഷങ്ങൾ പറയും. വീട്ടിൽ ആരൊക്കെയുണ്ട്, എന്താണ് ലക്ഷ്മി ചെയ്യുന്നത്? അച്ഛൻ, അമ്മ, ചേട്ടൻ മാരീഡ് ആണ്. ഓക്കെ. ചേച്ചി. എന്താണ് ലക്ഷ്മി ചെയ്യുന്നത്? ഞാൻ BTech കഴിഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഒരു 1 year UPSC കോച്ചിങ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ എക്സാംസ് അറ്റൻഡ് ചെയ്തു എഴുതിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് കല്യാണം. കല്യാണം. ഓക്കെ. സോ ഇപ്പോൾ ഒരാൾ ചെന്നൈയിലാണ്, ഒരാൾ നമ്മുടെ തൃശ്ശൂരാണ്. പക്ഷെ രണ്ടുപേരും തൃശ്ശൂർ സ്വദേശികളാണ് അല്ലേ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രപ്പോസൽ വന്നത്? ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സാണ് ഇവരൊരു റിലേറ്റീവ്. ആ വഴി കണ്ടിട്ട് അച്ഛൻ അപ്രോച്ച് ചെയ്തതാണ്. അങ്ങനെ ശരിയായി വന്നു. ആക്ച്വലി വിശേഷിന്റെ വീടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3.5 kilometers 10-15 minutes ട്രാവൽ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ ഫാമിലി ഫ്രണ്ട്സ് ആണ്, പക്ഷെ പരിചയമില്ല. ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ആ വഴി അച്ഛൻ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ സെറ്റായി ശരിയായത്. ഓക്കെ. സോ എങ്ങനെ ഇപ്പം ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു തരുമല്ലോ, എങ്ങനെയാണ് എപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്? നേരത്തെ ഫോട്ടോസ് കണ്ടോ, ഫേസ്ബുക്ക് ആയിരുന്നോ? ഫോട്ടോ കണ്ട് അച്ഛൻ കാണിച്ചു തന്നാണ് ഫോട്ടോ. അത് കഴിഞ്ഞ് പെണ്ണ് കാണൽ ആസ് യൂഷ്വൽ നോർമൽ ഫോർമാലിറ്റീസ് വഴിയാണ് പരിചയപ്പെട്ടതൊക്കെ. ഓക്കെ. പക്ഷെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ചെറിയൊരു ചിലപ്പം ഒരു റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കും. ഞാൻ കെട്ടാൻ പോകുന്ന കുട്ടി ഇങ്ങനെ ആയിരിക്കണം,
അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങൾ കാണുമല്ലോ. വിശേഷിന് മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ കല്യാണം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്തൊക്കെ? ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായില്ല. ടിപ്പിക്കൽ മലയാളി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആണ് ഉദ്ദേശിച്ചത് മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ശരിയായപ്പോ വേറെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ലക്ഷ്മി പഠിച്ചു കഴിഞ്ഞ് ആക്ച്വലി ഇപ്പോഴും എന്താ പ്രോസസ് ഓഫ് സ്റ്റഡീസ് ആണ് അല്ലേ? സോ വീട്ടുകാരിങ്ങനെ കല്യാണാലോചന എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ പറഞ്ഞായിരുന്നു ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി. എങ്ങനെയായിരുന്നു വീട്ടിലെ ഒരു കാര്യങ്ങള്? വീട്ടില് അവർക്ക് കുഴപ്പമില്ലായിരുന്നു, ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലാണ് ചെയ്തത് UPSC കോച്ചിങ്. ഓക്കെ. അപ്പൊ പിന്നെ ഇവരും ചെന്നൈയിലാണ്. അപ്പൊ പിന്നെ ആഫ്റ്റർ മാരേജ് ആണെങ്കിലും എനിക്ക് അവിടെ പോയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അതുകൊണ്ട് ഫോട്ടോ കണ്ടില്ലായിരുന്നു വിശേഷിന്റെ? എന്തായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ? എന്തെങ്കിലും ഇത് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോ ഇതോ ഓക്കെ ചിലപ്പോ നടക്കുമായിരിക്കും, അറിയില്ല, എന്തായിരുന്നു ഒരു തോന്നിയത്? ഇഷ്ടപ്പെട്ടോ? ഒന്നുകൂടി സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയോ? ഇഷ്ടപ്പെട്ടു. ഞാൻ വിശേഷിനോട് ചോദിച്ചതുപോലെ ലക്ഷ്മിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ? ഇപ്പൊ ചെന്നൈ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് വന്നു, കാരണം കൂടുതൽ പഠിക്കാനും കാര്യങ്ങളും ഒക്കെ. അതല്ലാണ്ട് എന്തെങ്കിലും നിർബന്ധങ്ങൾ പറഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ ഇങ്ങനെ ആയിരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന്? അങ്ങനെയൊന്നും ഇല്ല, എന്തിനും ഓപ്പൺ ആയിരുന്നു. ഓക്കെ. സോ പെണ്ണ് കാണാൻ ചടങ്ങ്, അതിനെ കുറിച്ച് ചോദിക്കട്ടെ. സോ ഇവിടെ വെച്ചാണോ? ഇവിടെ വെച്ചായിരുന്നു. സോ ആദ്യത്തെ പെണ്ണുകളായിരുന്നു, നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല, ഒന്ന് കണ്ടു, ഞങ്ങള് അഭിപ്രായം പറഞ്ഞു, ഇഷ്ടമാണ്. സംസാരിച്ചില്ലേ? സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, കോമൺ സ്ഥലത്ത് വെച്ച് വെറുതെ ഒന്ന് ഞങ്ങള് സംസാരിച്ചു എന്നല്ലോ, അത്രയല്ലോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കണ്ടു പോയതിനു ശേഷം അപ്പൊ തന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ടിരുന്നോ? ഏകദേശം ഇത് വന്ന് ഫാമിലീസ് തമ്മിൽ സെറ്റ് ആവണം അങ്ങനെയായിരുന്നു. ഇപ്പൊ രണ്ട് ഫാമിലികളും ഭയങ്കര വലിയ തറവാടുകളാണ്, ഇതാണ്. സോ അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ഓക്കെ നോക്കിയപ്പോ ശരിയായിരുന്നു, ഒക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ ശരി. ലക്ഷ്മിക്ക് എന്ത് തോന്നി കണ്ടതിന് ശേഷം? കണ്ടതിന് ശേഷം ഓക്കെ ആയിട്ട് തോന്നി. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് വിശേഷില്? വിശേഷ് ഭയങ്കര കെയറിങ് ആണ്. പിന്നെ കെയറിങ് ആണെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻസ് എടുത്ത് പറയാനുണ്ടോ? ലക്ഷ്മിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് എന്നും ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള ഒരു നിമിഷം എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുമോ? പലപ്പോഴായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്ത് പറയൂ, വിശേഷെങ്കിലും പറയൂ. വിശേഷം പറയണം. എന്താണ് ഏറ്റവും കൂടുതൽ ലക്ഷ്മിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്? അല്ല, ഓൾ ടൈം കൂടെ ഉണ്ടാവും, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും. ഇപ്പോൾ തിരക്കാണെങ്കിലും ബിസി ആണെങ്കിലും എല്ലാ ടൈമും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കിട്ട് ഭയങ്കര റയറാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം. ലക്ഷ്മി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും വളരെ ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു മൊമെന്റ് എന്താണ്? അങ്ങനെ ചോദിച്ചാ ഒരു പക്ഷെ ഒരു സർപ്രൈസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ എന്തെങ്കിലും പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ്. ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ എനിക്ക് കുറെ ടെൻഷൻ റിലേറ്റഡ് വർക്ക് റിലേറ്റഡ് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒരു ഫോൺ കോൾ, അത് ഒരു സെക്കൻഡിലൊക്കെ ശരിയാവണ മാതിരി തോന്നുന്നു, ഫീൽ ചെയ്യും. ലക്ഷ്മി എന്തെങ്കിലും ഓർത്ത് എടുക്കാൻ പറ്റിയോ? എല്ലാം ഭയങ്കര ഹാപ്പിയാണ് ലക്ഷ്മി. ഓക്കെ. സോ ഏതായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇന്നലെ. സോ നല്ലൊരു മുഹൂർത്തമായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, കല്യാണം നടന്നത് ഇവിടെ ലക്ഷ്മിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. ഓക്കെ. അത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു, എന്റെ കല്യാണം വരുമ്പോൾ ഈ കുടുംബക്ഷേത്രത്തിലായിരിക്കും? അമ്മയുടെ ആഗ്രഹമായിരുന്നു കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട്. നിങ്ങൾ പോകുന്ന സ്ഥിരമായിട്ടുള്ള അമ്പലത്തിന്റെ പേര് ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഓർത്തെടുക്കാനായിട്ട്. ഭഗവതി ക്ഷേത്രം. ഓക്കെ. സോ ആദ്യമായിട്ടില്ലേ ഇവിടെ വരുന്നത്? പെണ്ണ് കാണാൻ വന്ന സമയത്ത് ഇങ്ങനെ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നോ, പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ബിക്കോസ് ചില ആൾക്കാർക്ക് ഇപ്പം ഗുരുവായൂർ പോയി കല്യാണം നടത്തണം, അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളാണ് ചില ആൾക്കാരുടെ വലിയ ആഗ്രഹം. സോ ഇത് വളരെ നല്ല വീടിന്റെ അടുത്തുള്ള കുടുംബക്ഷേത്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശേഷിന് എന്തായിരുന്നു? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പൊതുവെ അത്ര ഭക്തിയുള്ള ആളല്ല. വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാം. സീരിയസ് ആയിട്ട് അങ്ങനെയാണ്. അമ്പലമൊന്നും അങ്ങനെ പോവാറില്ല, എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒക്കേഷൻസിനൊക്കെ പോകാറ്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഇഷ്ടപ്പെട്ടോ ഈ അമ്പലം? നല്ല അല്ലേ? നല്ലത്. സാധാരണ അമ്പലങ്ങളൊന്നും അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊന്നും കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ വളരെ ഭംഗിയായിട്ട് നിങ്ങളത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്. എനിക്ക് ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് തോന്നിയത്, അത്രയും രാവിലെ ആയിരുന്നെങ്കിലും
ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ചെറിയൊരു ചടങ്ങായിരിക്കും, ഫാമിലി ഫ്രണ്ട്സും മാത്രം എന്ന് പറഞ്ഞു. പക്ഷെ ഒത്തിരി ആൾക്കാർ, ചെന്നൈയിൽ നിന്ന് ഒത്തിരി ആൾക്കാർ എത്തിയിട്ടുണ്ട്. ചെന്നൈ എന്റെ ഫ്രണ്ട്സ് വന്നു, ഒരു 30 പേരുടെ അടുത്ത്. സ്കൂൾ കോളേജ് മേറ്റ്സ് ഒക്കെ. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഓഫീസ് റിലേറ്റഡ് ആയിട്ട് ഒരു 30-40 പേര്. പിന്നെ ഇവിടെ ചെന്നൈ ബേസ്ഡ് ആൾക്കാർ, ഇവിടെ ഒരു വർക്കിന് വന്നവർ, അങ്ങനെ റിസപ്ഷന് മാത്രം ഒരു 1000+ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ കല്യാണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫംഗ്ഷൻസ് എല്ലാം ഇവിടെ ഒരു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അല്ലേ? സോ എന്തായിരുന്നു അവിടെയൊക്കെ പ്ലാൻ ചെയ്യുക? അത് അവിടെ ഒരു അമ്പലം ഉണ്ട് അല്ലേ? അവിടെ നിങ്ങൾ കയറിയിരുന്നു അതിനു മുമ്പ്? സ്ഥിരമായിട്ട് പോകുന്ന അമ്പലം തന്നെയാണ്. ഓക്കെ. സോ നിങ്ങളുടെ കല്യാണത്തിന്റെ കോസ്റ്റ്യൂംസ് നല്ല രസമായിട്ടുള്ള ഒരു ബ്രൈഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഭയങ്കര ടെൻഷനായിരുന്നു ഇന്നലെ ലക്ഷ്മിക്ക്. ഞാൻ വിചാരിച്ചു ഇത്രയും ചിരിക്കുന്ന ഒരു വ്യക്തി ഇന്നലെ ചിരിച്ചു കണ്ടത് വളരെ കുറവായിരുന്നു. അതെന്തായിരുന്നു ലക്ഷ്മി? എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ചിലപ്പോ ചൂടിന്റെ ഒക്കെ ആയിരിക്കും. രണ്ടുപേരും ചൂട് നല്ലോണം. ഞാൻ അമ്മയോട് സംസാരിക്കുമ്പം അമ്മ പറയായിരുന്നു ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടുണ്ടെന്ന്, മഴ പെയ്യല്ലേ എന്നൊരു പ്രാർത്ഥന. നിങ്ങളുടെ ഭാഗ്യത്തിന് ഇന്നലെ മഴ എനിക്ക് തോന്നുന്നു പരിപാടികളെല്ലാം കഴിഞ്ഞ് രാത്രിക്ക് ശേഷം നല്ലൊരു മഴ പെയ്യുന്നു. അങ്ങനെ ശരിക്കും ഉണ്ടായിരുന്നോ? നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നോ? അതെ. പക്ഷെ ചൂട് നല്ലൊരു അതായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം. ലക്ഷ്മിയുടെ കോസ്റ്റ്യൂംസിനെ കുറിച്ച് പറയൂ. എവിടെ നിന്നാണ് സാരിയും കാര്യങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്തത്? സാരി കല്യാൺ സിൽക്സ്. റിസപ്ഷന് ഞാൻ ഫാറ്റീസ് ബൊട്ടീക്കിൽ ഡിസൈൻ എടുത്തേക്ക്. ഈ ഇപ്പം ബ്രൈഡ്സിന് നേരത്തെ തന്നെ കുറേ റെഫറൻസസും ഐഡിയാസും പ്ലാൻസ് ഒക്കെ ഉണ്ടായിരിക്കും കല്യാണത്തിന് മുമ്പ്. ലക്ഷ്മിയുടെ ഇങ്ങനത്തെ കല്യാണം പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നോ? ഇന്ന കളർ സാരി വേണം? പ്ലാൻ ചെയ്തിരുന്നു. ഞാൻ ഒരുപാട് ഇങ്ങനെ റെഫർ ചെയ്തിരുന്നു. ആക്സസറീസ് ആണെങ്കിലും സാരി ആണെങ്കിലും റിസപ്ഷന്റെ ഡ്രസ്സിനാണെങ്കിലും ഒരുപാട് നോക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. റെഡ് ആണ് യൂഷ്വലി ബ്രൈഡ്സ് ചൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ കളർ. അതുകൊണ്ട് തന്നെയാണോ റെഡ് പോയത്? അതെ അതെ, റെഡ് ഇഷ്ടമാണ്, റെഡ് കളർ ഇഷ്ടമാണ്. അതുകൊണ്ട് റിസപ്ഷൻ്റെ ഫാക്ടറീസിൽ ഡിസൈൻ ചെയ്തത്. അതിന്റെ എങ്ങനെയാണ് അവിടെ? അത് എങ്ങനെയാണ് അതിന്റെ ഫോർമാലിറ്റീസ്? എത്ര ദിവസം മുമ്പ് ഒന്ന് ചെയ്യേണ്ട വന്നു? എത്ര സമയം എടുത്തു? അവർക്ക് മിനിമം ടൈം 1 month ആണ്. അപ്പൊ ഞാനിങ്ങനെ ഒരു മോഡല് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരതനുസരിച്ച് ചെയ്തു. വളരെ റെയർ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു അല്ലെ? ലൈറ്റ് പിങ്ക് ആൻഡ് അത് ആദ്യം തന്നെ പറഞ്ഞതാണോ എനിക്ക് കളേഴ്സ്? അതെ, ആ മോഡല് അങ്ങനെ സെലക്ട് ചെയ്തിട്ട്. പക്ഷെ നല്ല ആക്ച്വലി അതൊരു കസ്റ്റം മെയ്ഡ് ആണെങ്കിലും നല്ല പെർഫെക്ഷനോട് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ആരാ ചെയ്തത്? ലാഫേം. ഓക്കെ. എങ്ങനെയാണ് നേരത്തെ ട്രയൽസിനൊക്കെ പോയിരുന്നു? ഇതുപോലെ റെഫറൻസസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിരുന്നോ? ഞാൻ എൻഗേജ്മെന്റിന്റെ അവിടെ തന്നെ ചെയ്തത്. ഓക്കെ. പിന്നെ ട്രയൽ ഉണ്ടായിരുന്നു. 3 days ബിഫോർ ട്രയലിന് പോയിട്ടുണ്ട്. ഉച്ചക്കത്തെ ആളെ ആയിരുന്നില്ല വൈകുന്നേരം അല്ലേ? ഉച്ചക്ക് നല്ലൊരു ട്രഡീഷണൽ ലുക്കില് കുറച്ചുകൂടെ മെച്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ തോന്നിയിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു കൊച്ചായി. എങ്ങനെയുണ്ടായിരുന്നു അപ്പിയറൻസസും കാര്യങ്ങളും? ഇങ്ങനെ ഒബ്വിയസ്ലി നമ്മൾ കാണുമ്പോൾ എപ്പോഴും കാഷ്വൽ ലുക്കിലായിരിക്കുമല്ലോ കാണുന്നത്. ഇന്നലെ ഒരു ബ്രൈഡൽ വെയറിലൊക്കെ അങ്ങനെ ഒരു ബ്രൈഡായിട്ട് ഇറങ്ങി വന്നപ്പോ എന്താണ് തോന്നിയത്? വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും തോന്നിയില്ല. മേക്കപ്പ് ഒക്കെ ഓക്കെ, നോർമൽ ആയിരുന്നു. ഇപ്പൊ ചിലവരെ കണ്ട നമ്മളെ വീട്ടിൽ കാണുന്ന മാതിരി ആയിരിക്കില്ല, ടോട്ടലി ഡിഫറെന്റ് ആളായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള മേക്കപ്പ്, പെർഫെക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ആയി, ഒക്കെ ശരിയായി, നന്നായിരുന്നു. വിശേഷിന്റെ കോസ്റ്റ്യൂംസും കാര്യങ്ങളും അതിനെ കുറിച്ച് പറയും. ഞാൻ രാവിലെ ഷർട്ടും മുണ്ടും അത് ഇവിടെ കല്യാണം എടുത്തതാണ്. ഈവനിങ്ങിന്റെ റിസപ്ഷന്റെ ഒക്കെ ഞാൻ ചെന്നൈയിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഞാൻ ബ്ലേസേഴ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു റേമണ്ടിന്. ആൻഡ് ജീൻസ് കാഷ്വൽ, ഒരു ഫുൾ ഫോർമൽ ലുക്ക് വേണ്ട. ഇപ്പോൾ എല്ലാവരും ഫോർമൽ കോട്ട് സൂട്ടൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഇതിൽ ഞങ്ങൾ ഇപ്പോൾ ജീൻസ് പോയി റാംഗ്ലറിൽ എടുത്തു. ഷർട്ട് എനിക്ക് ഓർമ്മയില്ല, റേമണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ ആ പെർഫെക്ഷൻ കിട്ടാനായിട്ട് റെഡിമെയ്ഡ് മേടിച്ചാൽ കിട്ടില്ലെന്ന് ബ്ലേസേഴ്സും സ്റ്റിച്ച് ചെയ്ത് മേടിച്ചു. പിന്നെ നോർമൽ ഷൂ മേക്കേഴ്സിൽ പോയി എടുത്തു. ഒക്കെ ചെന്നൈയിൽ നിന്ന് എടുത്തു. ഷർട്ടും മുണ്ടൊക്കെ ചെന്നൈയിൽ നിന്ന് എടുത്തു. ഒരു തമിഴ് സ്റ്റൈല് വരുന്നതുകൊണ്ട് ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ ആ ഡിസൈനൊക്കെ വരുമ്പോൾ ഒരു തമിഴ് സ്റ്റൈൽ വരും. സോ അതുകൊണ്ട് ഇവിടെ വന്ന് 2 ദിവസം മുമ്പ് എടുത്തുള്ളൂ. മുണ്ടൊക്കെ എടുത്തുള്ള ശീലമുണ്ടോ? തീരെ ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, കുറച്ച് പേടിയുണ്ടായിരുന്നോ?
പേടിയില്ല, ബെൽറ്റിന്റെ സപ്പോർട്ട് ഉണ്ടാവും. ലക്ഷ്മിക്ക് സാരിയൊക്കെ എടുത്തുള്ള ശീലമുണ്ടോ? ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ മാത്രം. എങ്ങനെയുണ്ടായിരുന്നു മുണ്ടിലൊക്കെ കണ്ടത്? നമ്മള് തമിഴില് മാപ്പിള എന്ന് പറയും അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു മാപ്പിളയെ കണ്ടിട്ട്? നിങ്ങൾ ഇതിന് ഇടയ്ക്ക് ശരിക്കും ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിരുന്നോ? ഈ ഒരു അതായിരുന്നു നല്ല കാര്യം. ഇപ്പോൾ എൻഗേജ്മെന്റിനും മാരേജിനും ക്ലോസ് ടു 9 months ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല, നല്ല മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ബിക്കോസ് ഒരു 2 times ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്തായിരുന്നു. ഓക്കെ. വിശേഷ് ആൻഡ് ലക്ഷ്മി ഇവരുടെ വളരെ നാടൻ രീതിയിലുള്ള ഒരു കല്യാണമാണ്. ഇവരുടെ കല്യാണം നടന്നത് ലക്ഷ്മിയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുടുംബക്ഷേത്രത്തിൽ വെച്ചാണ്, ചുള്ളിക്കാട്ടിൽ ധർമ്മദേവ ക്ഷേത്രം. സോ ലക്ഷ്മിയുടെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടക്കണമെന്ന്. ഇവരുടെ താലികെട്ട് ചടങ്ങിന് ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട വളരെ അടുത്തുള്ള സുഹൃത്തുക്കളും കുടുംബക്കാരും മാത്രമായിരുന്നു എത്തിയിട്ടുള്ളത്. അതിനുശേഷമുള്ള ബാക്കിയുള്ള ചടങ്ങുകൾ നടന്നത് വരാക്കര അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലുള്ള ഗുരുദേവ പബ്ലിക് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. സോ അവിടെയാണ് ഇവരുടെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. സോ അവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് കാണാം. ഇപ്പം രാവിലെ സമയം ഏകദേശം ഒരു 7 മണിയായി കഴിഞ്ഞു. ഞാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂരുള്ള പൂക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വിശേഷ് ആൻഡ് ലക്ഷ്മി ഇവരുടെ രണ്ടുപേരുടെയും വീട് പൂക്കോട് തന്നെയാണ്. ഇവരുടെ താലികെട്ട് ചടങ്ങ് ചുള്ളിക്കാട്ടിൽ ധർമ്മദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഈ ക്ഷേത്രം ലക്ഷ്മിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലൊക്കേറ്റഡ്. ഇൻഫാക്ട് ലക്ഷ്മിയുടെ കുടുംബക്ഷേത്രം കൂടെയാണ് ഇത്. സോ ഇവർ രണ്ടുപേരുടെയും വീട് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. സോ ഇവരുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരും ഈ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഉടൻ തന്നെ എത്തും. മുഹൂർത്തത്തിൻ്റെ സമയമായി വരുന്നു. സോ ലെറ്റ്സ് വെയിറ്റ്. വിശേഷ് ആൻഡ് ലക്ഷ്മി ഇവരുടെ താലികെട്ട് ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഫംഗ്ഷൻ നടക്കുന്നത് വരാക്കര അമ്പലത്തിൻ്റെ കമ്പൗണ്ടിൽ വെച്ചാണ്. ശരിക്കും അമ്പലം മാത്രമല്ല, അതിനോട് അടുത്ത് തന്നെ ഗുരുദേവ പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളും ഉണ്ട്. സോ ഈ ഒരു സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇവരുടെ ബാക്കിയുള്ള ചടങ്ങുകൾ നടക്കുന്നത്. രാവിലത്തെ ചടങ്ങിൽ നമ്മൾ കണ്ടു ഏറ്റവും അടുത്ത ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഏകദേശം ഒരു 100ഓളം പേര് രാവിലത്തെ ചടങ്ങ് കൂടിയിരുന്നു. ബാക്കിയുള്ള എല്ലാവരും എത്താൻ പോകുന്നത് ഈ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. സോ ഇവിടുത്തെ ആംബിയൻസ് നമ്മൾ കണ്ടല്ലോ, വളരെ സിമ്പിൾ യെറ്റ് വളരെ എലിഗൻ്റ് ആയിട്ടാണ് ഈ ഒരു ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ലക്ഷ്മി ആൻഡ് വിശേഷ് ഇവരാണെങ്കിലും രാവിലെ വളരെ ട്രഡീഷണലായിട്ട് സെറ്റും മുണ്ടും അതുപോലെ നല്ല ഒരു ഡീപ്പ് റെഡിൻ്റെ കളറിലുള്ള ഒരു തിക്ക് കസവൊക്കെയുള്ളൊരു സാരിയൊക്കെ എടുത്താണ് എത്തിയേക്കുന്നത്. സോ ഇവിടുത്തെ ഗസ്റ്റുകളെല്ലാവരും കാത്തിരിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട്. വി ആർ ഓൾസോ വെയിറ്റിംഗ് ഫോർ ദ ബ്യൂട്ടിഫുൾ കപ്പിൾ. വിശേഷ് ആൻഡ് ലക്ഷ്മി ഇനിയും ഇവരുടെ ഒരുപാട് കല്യാണ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ബട്ട് ഫോർ ദാറ്റ് യു വിൽ ഹാവ് ടു വെയിറ്റ് അൻറ്റിൽ our next episode. So till we meet again, this is Rosen Jolly signing off. സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം